ഹായ് ചാച്ചുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതേ പതിവ് പോലെ കൊച്ചി പൂക്കളോടാന്ന തിരക്കിലാണ്. അവളിങ്ങനെ ഇന്ന് 2 മണി തുടങ്ങി ആണ് അവൾക്ക് പരീക്ഷ. 2 മണിക്കാണ് പരീക്ഷ. അപ്പം അതുകൊണ്ട് വൈകിയാണ്, കുറച്ച് വൈകി എഴുന്നേറ്റാൽ മതിയെല്ലാന്നോർത്ത് ഇതേ പൂക്കളോടാവുന്ന തിരക്കാണ്. കുളിയൊക്കെ കഴിഞ്ഞ് ഇതേ പൂക്കളോടാനായിട്ട് പൂവൊക്കെ റെഡിയാക്കി അതൊക്കെ റെഡിയാക്കി കൊണ്ടുപോകണം. പൂവൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളൂ, ഇട്ട് തുടങ്ങിയിട്ടില്ല, റെഡിയാക്കി വെച്ചിട്ടുള്ളൂ. ഇത് ഞങ്ങളുടെ അപ്പച്ചൻ, ഞങ്ങളുടെ ഓണർ അപ്പച്ചനാണിത്. വേണ്ട, ഞങ്ങളുടെ ഓണർ അപ്പച്ചനാണ്. വീഡിയോയില് യൂട്യൂബ് ചാനലിൽ ഞങ്ങളുടെ അപ്പച്ചനാണ്, ഇവിടുത്തെ ഓണർ അപ്പച്ചനാണ്. ആളില്ല, യൂട്യൂബിനകത്താണ്, എല്ലാവരും കാണും. ആ ശരി, എല്ലാവരും കാണും. ആ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി, കടയിലൊക്കെ കയറാനുണ്ട്. ഇല്ല, പിന്നെ പിന്നെ കൊച്ചു പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പൂക്കളൊക്കെ കാണിക്കാം. ഇങ്ങനെ പൂക്കളിടാൻ പോകണുള്ളൂ. നമുക്കിന്ന് കുറച്ച് വ്യായാമമൊക്കെ ചെയ്യാം, നടന്നതാണ്, പിന്നെ വ്യായാമമൊക്കെ ചെയ്യാം കേട്ടോ. കാണാൻ പറ്റണ്ട? One, two, three. 1, 2, 3. 1, 2, 3. 1, 2, 3. 1, 2, 3. 1, 2, 3. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വയറൊക്കെ കുറയാനും എല്ലാത്തിനും നല്ലതാണ്. 1, 2, 3. എൻ്റെ അച്ഛമ്മ ആദ്യം ഡ്രസ്സസ് ചെയ്യണേ, അതിൻ്റെ എല്ലാ തെറ്റിക്കുറവുണ്ട്. കുറേ നാളെ പറയണം, എന്തായിട്ടൊന്നും ചെയ്യാറില്ല. ഇപ്പൊ വീഡിയോ കാണിക്കാനുള്ള ഒരു ഇത് കൊണ്ടാണ് അച്ഛമ്മ ചെയ്യണേ. അവള് വെറുതെ പറയുന്നാട്ടെ, ഞാൻ ഇടക്കിട്ടൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. One, 2, 3. 1, 2, 3. 1, 2, 3. കൈ ഇവിടെ പിടിക്കാം, എന്നിട്ട് ഓപ്പോസിറ്റ് കാലുകൾ ഇങ്ങനെ. കൈ ഇപ്പം ഈ കൈയും ഈ കാലും പൊക്കരുത്, ഇങ്ങനെ ഓപ്പോസിറ്റ്. 2, 3. 1, 2, 3. 1, 2, 3. 1, 2, 3. അതുപോലെ തന്നെ ഈ കൈ 1, 2, 3. 1, 2, 3. 1, 2, 3. 1, 2, 3. അങ്ങനെ കാണിക്കാം, അത് നല്ലതാണ്. പിന്നെ കൈ ഇങ്ങനെ കറക്കാം. 1, 2, 3. നേരെ പുറകോട്ട്. 1, 2, 3. പുറകോട്ടും മുമ്പോട്ടും.
ഇങ്ങനെ കറക്കുന്നതും നല്ലതാണ്. ഇങ്ങനെ ചെറിയ ചെറിയ വ്യായാമമൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ അങ്ങനെ എപ്പോഴും ചെയ്യില്ല, ഇടയ്ക്കേ ചെയ്യാറുള്ളൂ. അണയ്ക്കും പെട്ടെന്ന്, അതാണ് ബുദ്ധിമുട്ട്. തത്തമ്മച്ചി നമ്മുടെ സ്പെഷ്യലല്ലേ, നമ്മുടെ എപ്പോഴും എന്നും നമ്മുടെ തത്തമ്മച്ചി എന്നും നമ്മുടെ കൂടെ. എല്ലാ ദിവസവും നമ്മുടെ തത്തമ്മച്ചീനെ കാണിക്കാത്ത ഒരു വീഡിയോ നമ്മുടെ കയ്യിലില്ല അല്ലേ തത്തമ്മച്ചി? തത്തമ്മയില്ലാത്ത ഒരു വീഡിയോ നമ്മുടെ കയ്യിലില്ല അല്ലേ തത്തമ്മ? നമ്മുടെ കയ്യിൽ ഇന്ന് വൈകുന്നേരം ഞാൻ ഒരു പൂവൊക്കെ പറിക്കാൻ പോകുന്നതും പൂക്കളിടാൻ പോകുന്നതും പൂക്കളത്തിന് പറിക്കുന്നതിൻ്റെയും ഇവിടെ വഴിയിലൊക്കെ പൂവിൻ്റെയും ഈ ഇലയ്ക്കില്ലേ, ചീരയില പോലത്തെ ഇല, പൂക്കളിടാനുള്ള ഇല വഴിയിലൊക്കെ ഉണ്ട്. അത് പറിക്കാൻ പോകുന്ന വീഡിയോ ഒക്കെ ഇടാം കേട്ടോ. അവിടെ ഒത്തിരി ഉണ്ട്, അതൊക്കെ പറിക്കാൻ പോകണം വഴിയിൽ. പിന്നെ ഇന്നലെ വിജയുടെ സിനിമ കാണാൻ പോയത് കൊച്ചിനോട് പറയാതെ കൊച്ചിനെ കൊണ്ടുപോയിട്ട് കൊച്ചിന് ഭയങ്കര സന്തോഷമായിരുന്നു. അവളോട് പറഞ്ഞില്ല, സർപ്രൈസായിട്ട് കൊണ്ടുപോയതാണ്. പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് കൊണ്ടുപോയതാണ്, അവളോട് പറഞ്ഞും കൂടി ഇല്ല. അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവൾ വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്താണ്. വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവും, അതേപോലെ നടക്കുകയാണ് അവൾ. അത്രയ്ക്ക് ഇഷ്ടമാണ്. ഭ്രാന്തൻ 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 ഭ്രാന്തൻ. കണ്ട ഞാൻ കാണിക്കോ? എഴുന്നേറ്റ് അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ്. എനിക്ക് ചായയൊക്കെ തന്നു, ഭക്ഷണമൊക്കെ തന്നു. എല്ലാ ദിവസവും ഒരേ ഡിസൈൻ ഇടല്ലേ, വേറെ വേറെ ഡിസൈൻ ഇടും. കണ്ട മുതുക്കി തള്ള റൗണ്ടിലിടുന്നു, ചുറ്റും ഇങ്ങനെ റൗണ്ട് ഇട്ടാൽ മതി. എല്ലാം മുട്ടുകാലുമേ റൗണ്ട് ഇട്ടാ, മുട്ടുകാലുമേ അല്ലേ പൂക്കളോട്ടോ. അത് ഞാൻ പറഞ്ഞല്ല, ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് വ്യായാമം ചെയ്തത്. ഞാൻ മടിച്ചിക്കോതയാണ്, എല്ലാവർക്കും അറിയാം മടിച്ചിക്കോതയാണ്. ഞാൻ മടിച്ചിക്കോതയാണ്, ഞാനുള്ളത് തുറന്നു പറഞ്ഞു. എനിക്ക് ഭയങ്കര മടിയാണ് വ്യായാമമൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചെറിയ തോതിൽ വ്യായാമമൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ്. മടിയുമുണ്ട്. പിന്നെ എന്താണെന്ന് ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര വേദനയാണ്. അതുപോലെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഈ പുറത്തുനിന്നാണ് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്തത്. പുറത്തുനിന്ന് തുടങ്ങി നടുവിൻ്റെ അവിടെയൊക്കെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. നടുവിൻ്റെ അവിടെ 2 സ്ഥലത്തുണ്ട്, പിന്നെ സൈഡിലും ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ സ്റ്റിച്ചുണ്ട്, പിന്നെ വയറിൻ്റെ അവിടെ. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെയൊക്കെ. പിന്നെ ഇങ്ങനെ വളയാനും കുനിയാനും, പിന്നെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ പൊക്കുമ്പോഴും, പിന്നെ തൊടയുടെ അവിടെയൊക്കെ ഓപ്പറേഷൻ ചെയ്തതാണ്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ കാലൊക്കെ പൊക്കുമ്പോഴും ഒക്കെ ഭയങ്കര വേദനയാണ്. അതുകൊണ്ട് എനിക്ക് നല്ല മടിയാണ്, ഭയങ്കര വേദനയാണ്. പിന്നെ വേദനയൊക്കെ സഹിച്ച് എന്തെങ്കിലും ഇച്ചിരി നേരം ചെയ്യുമ്പോഴേക്കും എനിക്ക് പറ്റൂല സത്യം പറഞ്ഞാൽ. അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല, വേദന എടുത്തിട്ട് തന്നെയാണ് ചെയ്യാൻ ബുദ്ധിമുട്ട്.
ഞാനേ ഒരു കൂട്ട് നോക്കട്ടെ കേട്ടാ. നമ്മുടെ ഓണത്തപ്പനൊക്കെ ഉണ്ടാക്കാനായിട്ടേ പറ്റുമോ നോക്കട്ടെ ഈ മണ്ണും കൊണ്ട്. ഈ നിങ്ങൾ ഓണത്തപ്പനൊക്കെ മണ്ണും കൊണ്ടൊക്കെ ഉണ്ടാക്കുമോ? ഇങ്ങനെ ചെളി മണ്ണ്, ചെള്ള മണ്ണ് കൊണ്ട്. ഇവിടെ ഉണ്ട് കൽപ്പൊടി മണ്ണ്, പക്ഷേ എങ്ങനെയെന്നറിയില്ല. പശപ്പ് ഇവിടെ നിറച്ചേ കല്ലാണ്. ഇതുണ്ടോ? ആ ചെളിമണ്ണുണ്ട്. ആ ഉണ്ട്. പക്ഷെ ഈ മണ്ണ് മാത്രമായിട്ട് എടുക്കണം. കല്ലില്ല. അത് കണ്ടോ? മണ്ണ് കൊണ്ടൊക്കെ ഓണത്തപ്പന ഉണ്ടാക്കി വെക്കൂലേ? ഇവിടെ ഉണ്ട് മണ്ണ്. ആ മണ്ണ് ഇടിക്കണം. അനിയനെ കൊണ്ട് മണ്ണ് ഇടിപ്പിക്കണം. വിഷ്ണുവേ, വിഷ്ണു കുഞ്ഞേ, വിഷ്ണു കുഞ്ഞേ ഒന്ന് വരുവാടാ. അവനെ കൊണ്ട് എടാ ദേ ഇപ്പുറത്ത് ഡാ തന്നല്ലേ ഏട്ടാ. ഇതേടാ ഇവിടെ ഈ മണ്ണ് പശപ്പുള്ള മണ്ണല്ലേ? ഇതാ മണ്ണ്. അല്ലേ? തേടാ. ആ അതെ. കല്ല് കളഞ്ഞ് എനിക്ക് കുറച്ച് മണ്ണ് എടുത്തു തരുമോ? തതീന്ന് അവിടെ ഉണ്ട് മണ്ണ്. എപ്പോഴാന്ന് വെച്ചാൽ എടുത്തു തന്നെ. എടുത്തു തരുമോ? അപ്പുറത്ത് കുറേ പാത്രം ഇരിക്കണുണ്ടല്ലോ ലക്കിയുടെ. അതിനകത്ത് ഏതെങ്കിലും ഓണത്തപ്പന ഉണ്ടാക്കി വെക്കാൻ. അപ്പോൾ ഓണത്തപ്പന ഉണ്ടാക്കി വെക്കാം. അതൊന്ന് കുത്തിയെടുത്താൽ മതി. മണ്ണ് കല്ലില്ലാത്തത്. പശയുണ്ട്. ഉണ്ടേ പശയുണ്ട്. ഒട്ടണുണ്ട്. കൈ ഉണ്ടാക്കാൻ പറ്റും. അപ്പം പിന്നെ ഓണത്തപ്പന കാശ് കൊടുത്ത് മേടിക്കണ്ടല്ലോ. മണ്ണച്ചുണ്ടാക്കി വെക്കാം. അല്ലെങ്കിൽ പിന്നെ കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരും. അതാണ്, കാശില്ലല്ലോ. അങ്ങനെ ഓണത്തപ്പൻ്റെ കാര്യത്തിൽ ഒരുവിധം ഓക്കെ ആയി വരുന്നുണ്ട്. മണ്ണ് അത് ഇച്ചിരി പശയൊക്കെ ഉണ്ട്. അപ്പോൾ ഓണത്തപ്പന ഉണ്ടാക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട്. തുമ്പക്കുട എന്ന് പറഞ്ഞ സാധനം കാണണേ ഇല്ല. നീ വഴിയിലൊക്കെ നോക്കണം പോയി. ഈ പിള്ളേർക്ക് ഇവന്മാർക്കൊന്നും അറിയില്ല. ഒന്നാമത്തേനെ ഓരോന്നും കൊച്ചുങ്ങൾക്ക്. കൊച്ചുങ്ങളല്ലേ, അവന്മാർക്കതൊന്നും അറിയില്ല. അങ്ങനെ പോയി നോക്കണം വൈകുന്നേരം എപ്പോഴെങ്കിലൊക്കെ. അതൊക്കെ കിട്ടി. തുമ്പക്കുടമൊക്കെ വേണം. ഈ പറമ്പിൽ നോക്കിയിട്ട് കാണുന്നില്ല. ഇനി വേറെ എല്ലായിടത്തും വഴിയിലൊക്കെ പോയി നോക്കണം. വഴിയിലൊക്കെ ഉണ്ടാകുന്നു. നല്ല മഴയായിരുന്നില്ലേന്ന്? ഇന്നലെ അതായിരുന്നു. ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ എന്തെല്ലാം സൈസ് കിളികളാണെന്നറിയാമോ തന്നെ? പല സൈസ് കിളികളാണ്. നമ്മൾ കാണാത്ത കുറേ കിളികളും കുറേ മോഡൽ കിളികളൊക്കെ വരുന്നതാണ്. ഇവിടെ ഈ ഒരു ചെടിയുണ്ട്. ഇതൊക്കെ പൂക്കളിടുമ്പോൾ നല്ല രസമാണ് കേട്ടോ.
ഇത് വേണ്ട, ഇതൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാൻ നല്ല രസമാണ്. ഓണപ്പൂക്കളൊക്കെ ഇടുമ്പോൾ നല്ല രസമാണ്. ഇത് നിറച്ചുണ്ട് കേട്ടോ ഇവിടെ. എന്താ ഇത് നല്ല രസമാണ്. പൂക്കളൊക്കെ ഇടുമ്പോൾ ഇതൊക്കെ വെച്ച് കൊടുക്കാൻ, ഇങ്ങനെ ഇലയൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ. ഇത് നിറച്ചുണ്ട് ഇവിടെ. ഇത് കണ്ടമാനമുണ്ട് ഇവിടെ. ഇതൊക്കെ ഇങ്ങനെ വയ്ക്കാൻ നല്ല ഭംഗിയായിരിക്കും വെച്ച് കഴിഞ്ഞാൽ പൂക്കളിടുമ്പോൾ. പിന്നെ എന്താ പറയുക, ഇന്നലെ എല്ലാവരും പറഞ്ഞ് വിജയുടെ സിനിമ റിവ്യൂ അത്ര വലിയ ഇതില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഈ കൊച്ചിന് പിന്നെ പറയേ വേണ്ട, വിജയുടെ ആളാണ്. വിജയെന്നും പറഞ്ഞ് ചാവാൻ കിടക്കുന്ന കൊച്ചാണ്. അത്രക്ക് ഇതാണ്, വിജയ് പ്രാന്തിയാണ്. അതുകൊണ്ട് എനിക്കും ഇഷ്ടമായി. ഞാൻ ഇന്നലെ കൊച്ചിനെ കീരി പിടിപ്പിക്കാൻ വേണ്ടി അല്ലു അർജുൻ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ ഇട്ട് കളിയാക്കലായിരുന്നു. ഞാൻ അല്ലു അർജുൻ്റെ ഫാനാണ്. അല്ലു അർജുൻ്റെ ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര തല്ലുപിടിപ്പിക്കലായിരുന്നു കൊച്ചിനെ. കൊച്ചിന് ദേഷ്യം വന്നിട്ട് അവിടെ ഉണ്ടായില്ല. കൊച്ചിനെ അവിടെ ചെന്ന് വിജയ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ സമാധാനമായി. എന്തൊരു സന്തോഷമായിരുന്നു. വരുന്നവരെ വീട്ടിൽ വന്നിട്ട് ഇതന്നെ പറയലായിരുന്നു കൊച്ച്. ഒട്ടും പ്രതീക്ഷിക്കാതെ കൊണ്ടുപോയതാണ്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. മഴ പൊടിയണം. എന്നാൽ ഓക്കെ, ബൈ.